സംഘകാലം മുതൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു തമിഴ്നാട്. അതിനുശേഷം ഒട്ടേറെ രാജവംശങ്ങൾ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അതിൽ പലതും രാജ്യവിസ്തൃതി കൊണ്ട് മഹാസാമ്രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ ഉത്തരേന്ത്യ വരെ തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കിയ, ഒരു പക്ഷേ ഇന്നത്തെ തായ്ലൻഡും മലേഷ്യയും ശ്രീലങ്കയിലും ഭരണം കാഴ്ചവെച്ച ചോള രാജാക്കന്മാരുടെ മികവ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പ്രത്യേകിച്ചും രാജേന്ദ്ര ചോളന്റെ കാലഘട്ടം. ക്ഷേത്ര കവാടം കിടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് അവിടുത്തെ സ്വർണ്ണ കൊടിമരവും ഒരു കൂറ്റൻ നന്ദികേശന്റെ പ്രതിഷ്ഠയുമാണ്. സൂര്യകിരണങ്ങൾ നന്ദികേശനിൽ തട്ടി ശ്രീകോവിലിനുള്ളിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലാണ് നന്ദികേശന്റെ രൂപകൽപ്പന. ഗംഗാ മേഖലയെയും പാലാ രാജവംശത്തെയും കീഴടക്കിയതിന്റെ പ്രതീകമായാണ് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ 1035 ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ലിഖിതങ്ങൾ പറയുന്നു. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ചോള മഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. മനോഹരമായ പരിസരവും ഗ്രാമീണ ഭംഗിയുള്ള പാശ്ചാത്തലവുമാണ് ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. തന്റെ പിതാവായ രാജരാജ ചോളൻ തഞ്ചാവൂരിൽ പണിത ബൃഹദീശ്വര ക്ഷേത്രത്തെക്കാട്ടിലും വലിയ ക്ഷേത്രം പണിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ അച്ഛനോടുള്ള ആദര സൂചകാർത്ഥം അത് വേണ്ടെന്ന് വെക്കുകയും പണി പാതി വഴിയിൽ നിർത്തുകയും ചെയ്തു. ആ അപൂർണതകൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 216 അടി നീളവും 13 നിലകളുമുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ വിമാനമെന്ന് പറയുന്ന ഗോപുരത്തിനെ വെച്ച് നോക്കുമ്പോൾ ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് 180 അടി നീളവും 9 നിലകളുമാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ചോള മഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.